പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെയും മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതലുള്ള വേദഭാഗങ്ങളാണ്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് മുൻപോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഒന്ന് വായിക്കുക. ഇവിടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അപ്പോസ്തലന്മാർ പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾക്ക് കേൾക്കുവാനിടയായിത്തീരുന്നത്. എന്തുകൊണ്ടാണ് അവർ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്? ആ കഷ്ടാനുഭവങ്ങൾ കൊണ്ടുള്ള ഫലം, പ്രയോജനം എന്താണെന്ന് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഭക്തന്മാർ 8-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. വലിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മരിച്ചു പോകുന്നുള്ള ഭയം വന്നു, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. പൗലോസ് പറയാണ്, നിരാശ തൻ്റെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറി. ശ്രദ്ധിക്കണമേ, എത്ര വലിയ ഭക്തനാണെങ്കിലും, എത്ര കർത്താവുമായി അടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, വലിയ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്കുള്ളിൽ ഭയമോ നിരാശയോ ഒക്കെ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കുള്ള അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറമായ ചില പരീക്ഷകൾ നേരിടുന്നുവെന്ന് അപ്പോസ്തലന്മാർക്ക് തോന്നി. ഞങ്ങളെന്ന് പറയുമ്പോൾ പൗലോസ് കേവലം തന്നെക്കുറിച്ച് മാത്രമല്ല, തന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന തീമോത്തിയോസിനും ലൂക്കോസിനും ശീലാസിനും, അങ്ങനെ ആരൊക്കെ പൗലോസിൻ്റെ മിഷണറി ടീമിലുണ്ടോ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ വലിയ ഭാരത്തിലൂടെ കടന്നുപോയി. ശക്തിക്ക് മീതെ, ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് മീതെ ഭാരപ്പെടത്തക്കവണ്ണം ഇടയായി തീർന്നു. മാത്രമല്ല എന്തു ചെയ്തു? അതെ, ഞങ്ങളിലല്ല, ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ സ്വന്തം കഴിവിൽ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. നോക്കണം, മരിക്കും എന്ന് നിർണയിക്കത്തക്കവണ്ണം അത്ര മരണം ഉറപ്പായ ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും ജീവിക്കാൻ കഴിയില്ല. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുള്ള കർത്താവ് എന്തെങ്കിലും ചെയ്തല്ലേ ഉള്ളൂ. മരിച്ചു പോവും, അത്രയ്ക്ക് ഉറപ്പായി. ഇനി ഉയർപ്പ് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അത്ര വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ ആശ വച്ചിരിക്കുന്നു. ഇന്ന് വിടുവിച്ചു, നാളെ വിടുവിക്കും, ഇനി എല്ലാ കാലത്തും വിടുവിക്കും. വലിയ പ്രത്യാശയോടുകൂടെ പൗലോസ് പറയുകയാണ്. വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന അപ്പോസ്തലന്മാർ അവർ പറയുകയാണ്, ഈ കഷ്ടത്തിൻ്റെയൊക്കെ ഒരു ഗുണം, ഒരു ഫലം എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങൾ. ഞങ്ങൾക്ക് ഈ കഷ്ടങ്ങളിൽ വിടുതൽ ലഭിക്കുമ്പോൾ ഞങ്ങളെ വിടുവിച്ച ദൈവം ഇന്ന് വിടുവിച്ചു, നാളെ വിടുവിക്കും, മേലാലും വിടുവിക്കുന്ന ദൈവം ഞങ്ങൾ നിമിത്തം അതേ കഷ്ടങ്ങളിലൂടെ പോകുന്നവർക്ക് ആശ്വാസം അല്ലെങ്കിൽ വിടുതൽ അല്ലെങ്കിൽ സൗഖ്യം വെളിപ്പെടുവാൻ തക്കോണം അവൻ ഞങ്ങളെ ഉപയോഗിക്കും. അപ്പോൾ ഒരു ദൈവ പൈതൽ, ഭക്തൻ കടന്നു പോകുന്ന കഷ്ടാനുഭവങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, അവൻ ഇന്ന് കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ അവൻ പ്രാപിക്കുന്ന ആശ്വാസം മറ്റനേകർക്ക് ആശ്വാസം പകരുവാൻ, അവരുടെ കഷ്ടങ്ങളിൽ അവരുടെ കണ്ണുനീരുപ്പുവാൻ, അവർക്ക് വിടുതലിനും സൗഖ്യത്തിനുമൊക്കെ ഒരു മാധ്യമമായി തീരുവാൻ ദൈവം ആ ദൈവവൈതലിനെ ഉപയോഗിക്കും. ഇതാണ് പൗലോസിന് പറയാനുള്ളത്. വലിയ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പക്ഷെ ആ പ്രശ്നവും പ്രതിസന്ധിയുമല്ല അതിൻ്റെ അവസാനം. മരിക്കുമെന്ന് ഭയപ്പെടത്തക്കവണ്ണം നിരാശ തോന്നുമാറ് ഇനിയും കർത്താവ് ഉയർപ്പിക്കും, അതല്ലാതെ മാർഗമില്ല എന്ന് പറയത്തക്കവണ്ണം വലിയ വെല്ലുവിളികളെ നേരിട്ടു. പക്ഷെ ദൈവം വിടുവിച്ചു. ഇന്ന് വിടുവിച്ചു,
നാളെയും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഗുണമെന്താണ്? ആ വിടുവിച്ച ദൈവം പൗലോസിലൂടെ, തിമോഥെയോസിലൂടെ, അവൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരിലൂടെ അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീർന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. മേലാലും അവനത് ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful day.